നമസ്കാരം, റിയൽറ്റർ റെജിൻസ് ആണ് ആർട്ടൂസിൽ നിന്ന്. ഈ വീട് വരുന്നത് നമ്മുടെ കളമശ്ശേരിയാണ്. കളമശ്ശേരി HMT ജംഗ്ഷനോട് ചേർന്ന് തന്നെ, അതായത് സീപോർട്ട് എയർപോർട്ടിനോട് വളരെ അടുത്ത് തന്നെയുള്ളൊരു വീടാണ് വരുന്നത്. വളരെ നല്ലൊരു ഏരിയ ആണ് ഈ വീട് വരുന്നത്. അതുപോലെ തന്നെ ഈ വീട് ഒരു 13 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. 4 ബെഡ്റൂം ഉണ്ട്. ഇതൊരു വലിയ ലിവിങ് ഏരിയ, അതായത് നമ്മുടെ മെയിൻ ഡോർ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ വളരെ ഹൈറ്റോട് കൂടിയിട്ട് വളരെ വിശാലമായിട്ട് നല്ലൊരു മരമൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നോക്കി ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആണ്. തൊട്ട് പുറകിലാണ് ലിവിങ് ഏരിയ വരുന്നു. അതിൻ്റെ ഒരു സൈഡിൽ ഒരു പ്രയർ റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെയറിൻ്റെ താഴെ നല്ലൊരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പുറത്തേക്കുള്ളൊരു വഴി കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയോടുകൂടി ഇത് നല്ല രീതിയിൽ തന്നെ അത് വൃത്തിയായിട്ട് തന്നെ അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ വലിയ ഡൈനിങ് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഡൈനിങ് ഏരിയ ഇതിന് തന്നെ പുറത്തേക്കൊരു നല്ലൊരു വ്യൂ ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൺ വളരെ വലുതാണ്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു ഫ്രിഡ്ജ് തന്നെ കൊടുക്കാനുണ്ട്. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വരുന്നത്. എല്ലാ ഫിറ്റിങ്സ് എല്ലാം കൂടി നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നൊരു കിച്ചണാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഏരിയയും നല്ല രീതിയിലൂടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു വർക്ക് ഏരിയയാണ്. നല്ല വെളിച്ചമുണ്ട് ഇതിന് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഓഫീസ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഓഫീസ് സ്പേസാണ്. അതുപോലെ തന്നെ ഇതിന് പുറത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു ഡോറും എക്സ്ട്രാ ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ആ ബെഡ്റൂം കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ വലിയ ഒരു കിഡ്സ് റൂം ആണെങ്കിലും വളരെ വലിയ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്, താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പം മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ തന്നെയും വലിയൊരു ഒരു ബാൽക്കണി ഏരിയ പോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊരു പ്രൈവസി ഉണ്ട് കേട്ടോ. അപ്പുറം നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഈ പറയുന്ന ലിവിങ് ഏരിയയിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു പ്രൈവസി ഏരിയയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച്ഡ് ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ലൊരു വ്യൂ ആണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പ്രയർ റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് വേറെ എന്തെങ്കിലും പ്രൈവസി ആരും കാണാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയറൊക്കെ ചെയ്തിരിക്കുന്നത് സ്റ്റെയറക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഭംഗിയായിട്ടും വളരെ ക്വാളിറ്റി ഉണ്ട് ഇതിലെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ വളരെ വീതി ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഗ്ലാസ് ഇട്ട് ഗ്രില്ലിട്ടുകൊണ്ട് നല്ല വെളിച്ചം ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലായിടത്തും തന്നെ വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ മുകളിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപകടങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വളരെ വൃത്തി രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്കുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ജാളി വർക്കൊക്കെ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയോടുകൂടി വളരെ വൃത്തിയായിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം. വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും വാർഡ്രോബ്സും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയുണ്ട്. ഇതാണ് ഇവിടെയുള്ള 4ാമത്തെ ബെഡ്റൂം. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇതും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഇവിടെ ഒന്നും പറയാനില്ല. ഇവിടെ എല്ലാം അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇൻഡിപെൻഡൻറ്റ് വീടുകൾക്ക് ഇങ്ങനെയൊന്നും കാണാനില്ല. വലിയൊരു വിശാലമായ റൂം, അല്ലെങ്കിൽ ഇത് മഴയൊക്കെ പിടിച്ച് ചെളിയൊക്കെ ആയി കിടക്കണം. പക്ഷേ ഇവരിതെല്ലാം സീലിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ റൂഫൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു ജിമ്മായിട്ട് തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഇവർ കൊടുക്കുകയാണ് വന്നിട്ട്. അപ്പം ആ രീതിയിലും ഇവരിവിടെ ചെയ്തിട്ടുണ്ടോ. പ്രത്യേകിച്ച് ഈ വീടിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഓണർ അവർക്ക് താമസിക്കാനായിട്ട് പണിതൊരു വീടാണ്. ഞാൻ പറഞ്ഞാൽ ഇവർ 1 വർഷമായി അവിടെ താമസിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് വിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വിദേശത്തേക്ക് ഇവർ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചില ബ്രാൻഡുകളുണ്ട്. ഓർഷലിൻ്റെ സ്വിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തടികളൊക്കെ കണ്ടോ, ഇത് ഇവർ ഒരു കമ്പനിയിൽ പോയിട്ട് എടുത്ത്, അതായത് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി എടുത്ത് അതിൻ്റെ കാതൽ മാത്രം നോക്കിയെടുത്ത് തേക്ക് കൊണ്ടുവന്ന് അവരിവിടെ ഇട്ട് പണിയിപ്പിച്ച് ചെയ്തിരിക്കുന്ന ഡോറുകളാണ്. അതുപോലെ സെറയുടെ നമ്മുടെ സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് സെറ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ലൈറ്റും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. പ്രത്യേകിച്ച് ഗേറ്റ് റിമോട്ട് കൺട്രോൾഡാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റുന്നത് കണ്ടറിയാൻ പറ്റും. നമുക്ക് നല്ല രീതിയിലുള്ള കാർ പാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻസ് കവേർഡ് കാർ പാർക്കിംഗ്.
നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. വീടിനോട് അറ്റാച്ച് ചെയ്തിട്ടില്ല, പക്ഷേ സെപ്പറേറ്റ് ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ, വളരെ ഈ വീടിനോട് ചേർന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാർ പാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിന് ഒരു കിണറുണ്ട്. ആ കിണർ നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കിണർ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും നല്ല വെള്ളം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ചുറ്റുംപുറം നോക്കുകയാണെങ്കിലുണ്ടല്ലോ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോന്നുണ്ട്. അപ്പം ഇതിന് ചുറ്റുംപുറമൊക്കെ നടക്കാൻ പറ്റും. മറ്റുള്ള സാധാരണ വീടുകളൊക്കെ സിറ്റിക്കുള്ളിൽ പണിയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വീടിന് അത് ഇല്ല. ഈ വീട് ഫുൾ സോളാർ സിസ്റ്റത്തിലാണ്. 5 കിലോ വാട്ടിൽ ഈ വീടിന് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ പവറും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗേറ്റ് വരുന്നത് റിമോട്ട് കൺട്രോളർ, 2 ഗേറ്റ് ഇതിന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യത്തോടും കൂടി ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ വില പറയുകയാണെങ്കിൽ 3,40,00,000 രൂപയാണ് വരുന്നത്. ഒരു വീട് ഈ രീതിയിൽ നമുക്ക് കൊച്ചിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. ഈ വീട് ഫുള്ള് സോളാർ സിസ്റ്റത്തിലാണ് പണിതിരിക്കുന്നത്. 5 കിലോ വാട്ട് സോളാർ കിട്ടുന്ന രീതിയിൽ ഈ വീടിന് ആവശ്യമുള്ള എല്ലാ പവറും കിട്ടുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, റിമോട്ട് കൺട്രോൾ ഗേറ്റാണ്. ഇത് 2 ഗേറ്റ് ഉണ്ട്. അതായത് ഒരു ചെറിയ ഗേറ്റുണ്ട്, ഒരു വലിയ ഗേറ്റുണ്ട്. ഇതുപോലുള്ള വീട് നമുക്ക് ഇവിടെ കൊച്ചിയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ വീടിൻ്റെ വില വന്നിരിക്കുന്നത് 3,40,00,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.